ഹലോ, അപ്പോൾ ഒരു പുതിയ വീഡിയോ കണ്ടാലോ. ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കപ്പ ബിരിയാണീൻ്റെ റെസിപ്പി. ചിക്കൻ വെച്ചിട്ട് എങ്ങനെ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, എൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ 1-2 ആൾക്കാർ റെസിപ്പി ചോദിച്ചു, അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യം തന്നെ നമ്മൾ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, വലിയ ഉള്ളി ചെറിയ ഉള്ളി ഒക്കെ അരിഞ്ഞെടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. ആദ്യം തന്നെ നമ്മളൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ സൈഡിൽ നിന്ന് കപ്പ വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മിക്സ് ആയതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വലിയ ഉള്ളി ഇടണം. വലിയ ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഇത്തിരി എന്ത് ചെയ്യാം, ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വാണ്ടി വരാൻ വേണ്ടി വാണ്ടിട്ടല്ല, നന്നായിട്ട് റെഡി ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇടണം. കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ തന്നെ ചിക്കൻ മസാല, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ജീരകം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇടണം കേട്ടോ. നന്നായിട്ട് ആ ഒരു പൊടീൻ്റെ കുത്തൽ സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം വേണം കഴുകി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, വേവിച്ചിട്ടെടുക്കുക. അതിനിടയിലേക്ക് നമ്മൾ കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കപ്പ അതിലേക്ക് ഇടാം. ഇത് വളരെ ഈസി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ അതാ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വെന്ത കപ്പ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഊറ്റിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഉപ്പും ബാലൻസ് ചെയ്തിടാം. പിന്നെ ഞങ്ങൾ തേങ്ങാക്കൊത്ത് വറുത്തിടുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ അടിപൊളി ഇൻഗ്രീഡിയൻറ്റ്. അതും കൂടെ വരുമ്പോഴേ നമ്മൾ ആ ഒരു കപ്പ ബിരിയാണി ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സംഭവം ഈസിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ സാധനം, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി സാധനമാണ്. ഇത് ബീഫ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഞങ്ങളിന്ന് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇനി ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കണം. അപ്പം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അടിപൊളി സാധനമാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. അപ്പോൾ കപ്പ ബിരിയാണി എന്തായാലും കഴിച്ച് നോക്കുക, ഉണ്ടാക്കി നോക്കുക. ഈ ഷോപ്പിലൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.